അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വ അൻത തജ്അലുൽ ഹുസ്ന ഇദാ ശിഅത സഹ്ല. ഞാൻ സമീറ, ഇൻഫ്ലുവൻസിംഗ് സ്പീക്കറാണ്. കാടാമ്പുഴയാണ് വീട്. ഇൻഷാ അല്ലാഹ്. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് എല്ലാം പൊറുക്കുന്ന റബ്ബിനെ കുറിച്ചുള്ള കുറച്ച് സംസാരങ്ങളാണ്. ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇപ്പോ എല്ലാരും നല്ല തിരക്കിലായിരിക്കും. നോമ്പിന്റെ തിരക്കും വീടും മനസ്സും ഒക്കെ ഒരുപോലെ വൃത്തിയാക്കാനുള്ള തിരക്കുകളും അങ്ങനെ ഒരുപാട് തിരക്കിനിടയിലാവും. എന്നാലും ഈ ഇൽമിന്റെ മജ്ലിസിൽ മലക്കുകളുടെ കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തി പാപമോചനത്തിനായി പ്രാർത്ഥിക്കുന്ന ഈ ഇൽമിന്റെ മജ്ലിസുകളിൽ അതിനായി അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ സമയത്തിലും അറിവിലും അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ആമീൻ. കഴിഞ്ഞ തവണ മിഷ്കാത്തിൽ അൽബക്രയുടെ മുത്തഖീങ്ങളുടെ അവരുടെ ലക്ഷണങ്ങളെ കുറിച്ചുള്ള ക്ലാസ് ആണ് എടുത്തിരുന്നത്. ആ ക്ലാസ് എടുത്തതിന് ശേഷം വല്ലാത്തൊരു നിരാശയും ഡിപ്രഷനും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം മുത്തഖീങ്ങളുടെ ലക്ഷണങ്ങളിൽ പലതും മാച്ച് ആവുന്നില്ല. മുത്തഖിയാവാനും അള്ളാഹുവിന്റെ തൃപ്തിക്കായി മാറാനുമുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് പല ക്ലാസുകളും എടുക്കാറുള്ളത്. എന്നിട്ടും പല സാഹചര്യങ്ങളിലും അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോ ഒരുപക്ഷെ മനുഷ്യ സഹജമായിരിക്കാം, എങ്കിലും നമ്മുടെ ലക്ഷ്യം മറന്നു പോകുമ്പോ വല്ലാത്തൊരു ഡിപ്രഷൻ അനുഭവിച്ചിരുന്നു. ഞാൻ എവിടെയും എത്തിയില്ലല്ലോ എന്നൊരു നിരാശ അനുഭവിച്ചിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി അത് ഇബ്ലീസ് ഇട്ടു തരുന്നതാണ്. ഒരു സ്റ്റെപ്പിൽ ഇബ്ലീസിന് നമ്മെ പിടികൂടാൻ കഴിയാതായാൽ നമ്മെ പഠിച്ചതിന് ശേഷം അടുത്ത സ്റ്റെപ്പിൽ കാത്തിരിക്കും. ഇവിടെ നമ്മൾ പരാജയപ്പെടരുത്. അദുവ്വു മുബീൻ, പ്രത്യക്ഷ ശത്രുവായ ഇബ്ലീസിനെ തോൽപ്പിക്കുക തന്നെ വേണം. വീണിടത്തു നിന്നും എഴുന്നേൽക്കണം. നമ്മുടെ റബ്ബ് കൂടെയുള്ളപ്പോൾ പിന്നെ ഈ ദുനിയാവിൽ ആർക്കെങ്കിലും നമ്മളെ തോൽപ്പിക്കാൻ കഴിയോ? ഇല്ല. 100% ഉറപ്പുള്ള കാര്യമാണത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ റബ്ബിൽ ശരണം തേടാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. മുത്തഖിയാവാൻ വേണ്ടി നമ്മുടെ റബ്ബ് തെരഞ്ഞെടുത്തതാണ്. അത് പാതി വഴി ഇട്ടേച്ച് പോവാനല്ല നമ്മളെ യാത്ര തുടങ്ങിയത്. നമ്മുടെ ലക്ഷ്യം അത് അള്ളാഹുവിന്റെ തൃപ്തി മാത്രമാണ്. വീണിടത്തു നിന്ന് എണീറ്റ് നമുക്ക് ആ തൃപ്തിയിലേക്ക് എത്തുക തന്നെ വേണം. എല്ലാം പൊറുക്കുന്ന കാരുണ്യവാനായ റബ്ബ് കൂടെയുള്ളപ്പോൾ നമ്മുടെ നിരാശയിൽ എന്തർത്ഥമാണുള്ളത്? അതിനുള്ള പ്രാർത്ഥനകളും അള്ളാഹു തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എത്രയെത്ര പ്രാർത്ഥനകളാണ് ഖുർആനിലുള്ളത്. ഖുർആനിലൂടെ ആമന റസൂലിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ചോദിക്കുന്നത് അത്രയും എന്താണ്? ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത് റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ഒരു വ്യക്തിയോടും അവന് നിവൃത്തിയുള്ളതല്ലാതെ അള്ളാഹു ശാസിക്കയില്ല. അതായത് നമ്മെ സൃഷ്ടിച്ച റബ്ബിനറിയില്ലേ നമുക്ക് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ടെന്ന്. ഒരു മെഷീൻ ആണെങ്കിൽ പോലും അതിന്റെ കപ്പാസിറ്റി അതുണ്ടാക്കിയ കമ്പനിക്ക് അറിയാവുന്നത് പോലെ മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ. അതുപോലെ തന്നെയാണ് മനുഷ്യനും. നമ്മുടെ ജീവിതത്തിലെ ഓരോ പരീക്ഷണങ്ങളും, സാമ്പത്തിക പ്രശ്നമായാലും രോഗം മൂലമുള്ള പരീക്ഷണമായാലും അതാരാ നമുക്കിട്ടു തന്നത്? ആ സാഹചര്യം നമുക്ക് ഇട്ടു തരുന്നത് നമ്മെ തോൽപ്പിക്കാനാണോ? അല്ല, മറിച്ച് ജയിപ്പിക്കാനാണ്. ആ സാഹചര്യങ്ങൾ ഉപയോഗിച്ച് ജയിപ്പിക്കാനാണ്. അള്ളാഹുവിന്റെ തൃപ്തി നേടാനാണ്, സ്വർഗം നേടാനാണ്. ആ സാഹചര്യങ്ങളിൽ, പരീക്ഷണങ്ങളിൽ ക്ഷമിച്ച് അതിലുള്ള നന്മകൾ പെറുക്കിയെടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ വിജയിച്ചു.
നമ്മുടെയൊക്കെ ജീവിതം ഒരുപാട് ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒന്ന് ആലമുൽ അർവാഹിലുള്ള ജീവിതം. നമ്മുടെയൊക്കെ ആത്മാക്കളെ ആദം നബിയുടെ സൃഷ്ടിപ്പ് മുതൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അതാണ് ആലമുൽ അർവാഹിലുള്ള ജീവിതം. പിന്നീട് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ അള്ളാഹു ഈ ഭൂമിയിൽ ഒരു ഉമ്മയെയും ഉപ്പയെയും സെലക്ട് ചെയ്ത ശേഷം ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നമ്മുടെ ജീവിതം, അതും കഴിഞ്ഞ് ദുനിയാവിലെ ജീവിതം, പിന്നീട് ബർസഖി ജീവിതം, പരലോക ജീവിതം. അങ്ങനെ ഇതിൽ കമ്പാരിറ്റീവ്ലി ദുനിയാവിലെ ജീവിതം വളരെ ചെറുതാണ്. അതിലുള്ള നന്മതിന്മകളെ അടിസ്ഥാനമാക്കിയാണ് പിന്നീടുള്ള ജീവിതം ആരംഭിക്കുന്നത്. ഇവിടെ ദുനിയാവിൽ അള്ളാഹു നമ്മോട് കൽപ്പിച്ച ശർഈയായ കൽപ്പനകൾ പോലും മനുഷ്യന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് അള്ളാഹു നമുക്ക് ഇട്ടുതരുന്ന പരീക്ഷണങ്ങൾ. അത് നമ്മെ തകർക്കാനല്ല, നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് തരുന്ന ആ പരീക്ഷണങ്ങളിൽ ജയിക്കണോ തോൽക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. റബ്ബിന്റെ സഹായത്തോടു കൂടി നമുക്ക് വിജയിക്കണം. ചില ആളുകളുടെ ജീവിതത്തിന്റെ ഭാഗമായി അള്ളാഹു ഇട്ട് തന്നത് എന്തിനാ? അവരെ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കേ ഉള്ളൂ എന്ന് അള്ളാഹ്ക്കറിയാം. അവരിലൂടെ നന്മ ചെയ്യണോ തിന്മ ചെയ്യണോ അത് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമ്മുടെ ചുറ്റുപാടും ഒന്ന് നോക്കുമ്പോൾ ഈ ഒരു ചെറിയ വാക്കിന്റെ റിഫ്ലക്ഷൻ പലരിലൂടെയും കാണാം. വല്ലാത്ത അത്ഭുതം തോന്നും. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായ ഓരോ വ്യക്തികളെ കുറിച്ചും തന്നെ ചിന്തിച്ചു നോക്കൂ. അവരിലൂടെ നമ്മൾ നേടുന്നത് നന്മയാണോ തിന്മയാണോ? മാതാപിതാക്കളായാലും മക്കളായാലും ഇണകളായാലും ഒക്കെ. പ്രായമായ മാതാപിതാക്കൾ ഉണ്ടായിട്ടും സ്വർഗം നേടാത്തവർ നിർഭാഗ്യവാന്മാരാണെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, നിങ്ങൾ കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് താഴ്ത്തി കൊടുക്കുക എന്ന് പറയുന്നത് കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? നിങ്ങളുടെ സമയവും സാമീപ്യവും വർത്തമാനവും ചേർത്ത് പിടിക്കലും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സമയത്ത് അവർ മുഖേന സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം. 4 മാസത്തിലധികം ഭാര്യയെ വിട്ടു നിൽക്കരുതെന്ന് പറയുന്ന ഹദീസ് നമ്മൾ ഭർത്താക്കന്മാരോട് പറഞ്ഞ് വാചാലരാവാറുണ്ട്. പക്ഷേ സുഖമില്ലാത്ത ഉമ്മാനെയും ഉപ്പാനെയും വിട്ട് യുദ്ധത്തിന് പോലും ഇറങ്ങാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. ആ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ടോ? നമ്മളെ ഭർത്താക്കന്മാരെ ഒക്കെ ബാധ്യത അവരെ ഉമ്മാനെയും ഉപ്പാനെയും നോക്കേണ്ടതാണ്. പക്ഷെ പലപ്പോഴും അവർക്കതിന് കഴിയാറില്ല. കാരണം എന്താണോ, നമ്മുടെ ഭർത്താക്കന്മാർ നല്ല രീതിയിൽ നമ്മൾക്ക് ജീവിക്കാൻ വേണ്ടി, മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി, നമ്മുടെ മാതാപിതാക്കളെ ചികിത്സക്ക് വേണ്ടി ഒക്കെ അവര് കുടുംബം വിട്ട് അധ്വാനിച്ചേ തീരൂ. അപ്പോ അള്ളാന്റെ കോപത്തിൽ നിന്നും അവരെ നമുക്ക് രക്ഷിക്കണമെങ്കിൽ അവരെ മാതാപിതാക്കളെ നമ്മൾ പരിചരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയായിരിക്കും? അവിടെയും നമുക്ക് മുത്തും പവിഴവും പെറുക്കാനില്ലേ? ആ സാഹചര്യങ്ങൾ നമുക്ക് ഇട്ടു തന്നത് നമ്മുടെ ക്ഷമ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഇനി അനുസരണക്കേട് കാണിക്കുന്ന മക്കളാണെങ്കിലും ശരി, ഇണകളാണെങ്കിലും ശരി, ആ പരീക്ഷണങ്ങളിൽ നിന്നും മുത്തും പവിഴവും പെറുക്കിയെടുക്കാൻ കഴിയണം. നമ്മൾ അനുഭവിക്കുന്ന ഓരോ വേദനക്കും കഷ്ടപ്പാടുകൾക്കും ഓരോ പ്രയാസങ്ങൾക്കും, അല്ലെങ്കിൽ ഒരു കത്തി തട്ടി മുറിവായാൽ പോലും നമ്മൾ അനുഭവിക്കുന്ന ചെറിയ പ്രയാസത്തിന് പോലും നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്നതാണ്. ഇങ്ങനെയുള്ള പല പ്രയാസങ്ങളും നേരിടുന്നവരെ കാണുമ്പോൾ സങ്കടം വരാറുണ്ട്. നമുക്ക് തീരെ സഹിക്കാത്തൊരു കാര്യം എന്താ? നമ്മുടെ മക്കൾക്ക് അസുഖം വരുന്നത്. ജന്മനാ പല വൈകല്യങ്ങളുമുള്ള, പല അസുഖങ്ങളുമുള്ള എത്ര മക്കളാണ് നമ്മുടെ നിത്യജീവിതത്തിൽ കാണുന്നത്? അതല്ലെങ്കിൽ ചെറുപ്പത്തിലെ മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, അവരൊക്കെ കാണുമ്പോൾ തോന്നും, റബ്ബേ എങ്ങനെ ഇവരിത് സഹിക്കുന്നു എന്ന്. പക്ഷെ അവിടെ അള്ളാഹ്ക്കറിയാം ആ പരീക്ഷണം നേരിടാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ടെന്ന് അള്ളാഹ്ക്കറിയാം. ഓരോ വ്യക്തിക്കും സഹിക്കാൻ കഴിയുന്ന പരീക്ഷണങ്ങളെ അള്ളാഹു അവർക്ക് നൽകും. എല്ലാ പ്രയാസത്തിന്റെയും കൂടെ ഒരു എളുപ്പമുണ്ട്. അത് റബ്ബിന്റെ വാക്കാണ്. ഇന്ന മഅൽ ഉസ്രി യുസ്ര. ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഈ പ്രയാസം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഓരോ വേദന കൊണ്ടും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹു പുറത്തു തരുന്നുണ്ടെന്നറിയുമ്പോ അള്ളാഹിന്റെ കാരുണ്യം എവിടെ എത്തി? പ്രിയപ്പെട്ടവരെ, ഇത്രയും കാരുണ്യം നമ്മോട് കാണിക്കുന്ന റബ്ബിനോട് എങ്ങനെ നമ്മൾ നന്ദി കാണിക്കാതിരിക്കും? പതിവായി അദ്കാറുകൾ ചെല്ലുമ്പോൾ നമ്മൾ മനസ്സ് നിറഞ്ഞു പറയാറില്ലേ,
റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. ഞാൻ നിന്നിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു റബ്ബേ, അള്ളാഹുവിനെ റബ്ബായും ഇസ്ലാമിനെ മതമായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. എത്ര റാഹത്തോടെയാണ് നമ്മൾ ഈ ദിക്ർ ചെല്ലാറുള്ളത്. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും അള്ളാഹുവിന്റെ സഹായം കാരുണ്യമൊക്കെ കാണുമ്പോൾ വല്ലാത്ത അത്ഭുതമാണ്. രാവിലെ ഉണർന്നെണീറ്റാൽ എന്തെല്ലാം തിരക്കുകളാ നമുക്കുള്ളത്. മക്കളെ സ്കൂളിലയക്കും, മദ്രസയിൽ അയക്കണം, പ്രായമായ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരെ പരിചരിക്കണം, ചെറിയ മക്കളുണ്ടെങ്കിൽ അവരെ ആ തിരക്കിനിടയിലും ലാളിക്കണം. ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, റബ്ബേ നിന്റെ സഹായമില്ലെങ്കിൽ ഒരു വിരൽ അനക്കാൻ പോലും കഴിയില്ല. നമുക്ക് നമ്മുടെ കൈകൾ കൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എത്ര പേർക്കാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത്. അത് വിളമ്പിക്കൊടുക്കാനും രോഗികളായ മാതാപിതാക്കൾക്ക് മരുന്നും മറ്റു സഹായങ്ങളും ചെയ്തു കൊടുക്കുമ്പോഴും ഇതൊക്കെ കഴിയുന്നത് അള്ളാഹു അനുഗ്രഹിച്ച ആരോഗ്യമുള്ളത് കൊണ്ടല്ലേ. ആ ഭക്ഷണം ഉണ്ടാക്കാൻ ഓരോ സാധനങ്ങളും നമ്മളെ വീട്ടിലേക്ക് എത്തുന്നു. അള്ളാഹു അതിന് സഹായിക്കുന്ന നമ്മുടെ ഭർത്താക്കന്മാർക്ക് ബർക്കത്ത് നൽകട്ടെ. കുടുംബത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാൻ അവരനുഭവിക്കുന്ന ഓരോ പ്രയാസങ്ങൾക്കും സർവശക്തനർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ചോദിക്കാതെയും പറയാതെയും എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമുക്ക് റബ്ബ് നൽകി. എന്നിട്ട് നമ്മൾ എന്താ തിരിച്ചു കാണിക്കുന്നത്? ഹൃദയമില്ലാത്ത കുറെ ഇബാദത്തുകൾ. അള്ളാഹു സ്വീകരിക്കോ ഇതൊക്കെ? അറിയില്ല. അള്ളാഹുവെ, ഹൃദയങ്ങൾ മൂടപ്പെട്ട നിലയിൽ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളെ പ്രിയപ്പെട്ടവരെയും ആക്കല്ല റബ്ബേ. കൺകുളിർമയായി ഓരോ ഇബാദത്തുകൾ ചെയ്യാൻ അള്ളാഹുവെ ഞങ്ങൾ അനുഗ്രഹിക്കണേ. നമ്മൾ പറഞ്ഞു വെച്ചത് ഓരോരുത്തരുടെയും കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള പരീക്ഷണങ്ങളെ അള്ളാഹു നൽകൂ എന്നാണ്. ആ പരീക്ഷണങ്ങളിൽ നിന്നും നന്മ സമ്പാദിക്കാൻ, മുത്തും പവിഴവും പെറുക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞെങ്കിലേ അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കൂ. അതല്ലാതെ ഇതെല്ലാം ഒരു ഭാരമായി റബ്ബിനെ പഴിച്ച് വിധിയെ പഴിച്ച് വെറുപ്പും വിദ്വേഷവും കൊണ്ട് നടന്നാലോ അവിടെ സമ്പാദിക്കുന്നത് തിന്മയാണ്. അതല്ല, ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായി ഉള്ള മക്ബറകളിലും ജാറങ്ങളിലും തങ്ങന്മാരടുത്തൊക്കെ പോയാലോ അവിടെയും നമ്മൾ സമ്പാദിക്കുന്നത് തിന്മയാണ്. അവിടെ തവക്കുൽ ചെയ്യുന്നത് അള്ളാഹുലല്ല, മറ്റുള്ളവരിലാണ്. കണ്ടനാടിയേക്കാൾ അടുത്ത് റബ്ബുണ്ടെന്നാണ് പറയുന്നത്. ആരും കാണാത്ത നമ്മുടെ പ്രവർത്തികളും നമ്മുടെ ഹൃദയങ്ങളിൽ ഉള്ളത് പോലും അള്ളാഹ് കാണുന്നത് പോലെ മറ്റാർക്കാ അറിയുന്നത്? പക്ഷേ നമുക്ക് ക്ഷമയില്ല, നമുക്ക് അപ്പൊ തന്നെ റിസൾട്ട് കിട്ടണം. പക്ഷെ അള്ളാഹ്ക്ക് മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയൂ. ഒരാളോടും ചോദിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പറയാതെ തന്നെ നമ്മുടെ ഹൃദയത്തിലുള്ളത് അള്ളാഹ്ക്കറിയാം. ആ അള്ളാഹ്ക്ക് മാത്രമേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ കഴിയൂ. റബ്ബ് ടെസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും നമ്മുടെ വിശ്വാസം, നമ്മൾ ആരിലാ തവക്കുൽ ചെയ്യുന്നത് എന്നൊക്കെ. അത് ജാറങ്ങളിലോ മക്ബറകളിലോ അത് വാൾദൈവങ്ങളിലോ. ഇത്രയൊക്കെ തെളിവുകൾ നിരത്തിയിട്ടും എന്താ നമ്മുടെ സമുദായം ഇങ്ങനെ ശിർക്കിലൂടെ നടക്കുന്നത്? എന്തിനാ അള്ളാന്റെ കഴിവുകൾ ഈ മരണപ്പെട്ടവർക്കും തങ്ങന്മാർക്കും ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്? എന്തിനാ നമ്മുടെ ഈ പരിശുദ്ധമായ പവിത്രമായ ഈ ദീനിനെ ഇങ്ങനെ വികലമാക്കുന്നത്? എത്ര പ്രയാസം സഹിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീൻ പൂർത്തിയാക്കി തന്നത്. അള്ളാഹുൽ വിശ്വാസമില്ലാഞ്ഞിട്ടല്ലേ? ദുആക്ക് ഉത്തരം നൽകുമെന്ന യക്കീൻ ഇല്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനെയുള്ള ശിർക്കുകൾ ചെയ്യുന്നത്? ആ ദുആക്ക് ഉത്തരം നൽകുന്നത് നമുക്ക് ഏറ്റവും ഹൈറായ സമയത്തായിരിക്കും. അതിനുള്ള ക്ഷമ നമുക്കില്ല. അള്ളാഹ്ക്കേ നമ്മളെ സഹായിക്കാൻ കഴിയൂ. തീർച്ചയാണത്. ഓരോ സ്റ്റെപ്പിലും അള്ളാന്റെ സഹായം ചോദിക്കണം. അള്ളാഹ് പറയുന്നുണ്ട്, എന്റെ അടിമക്ക് ഞാൻ ഏറ്റവും അടുത്തുള്ളവനാണ്. വഇദാ സഅലക അന്നീ ഫഇന്നീ ഖരീബുൻ ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅാനി ഫൽയസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. നിന്നോട് എന്റെ ദാസന്മാർ എന്നെ പറ്റി ചോദിച്ചാൽ ഞാൻ എന്റെ അടിമയ്ക്ക് ഏറ്റവും അടുത്തുള്ളവനാണെന്ന് പറയുക. പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ്. അതുകൊണ്ട് എന്റെ ആഹ്വാനം അവർ സ്വീകരിക്കുകയും എന്നിൽ അവർ വിശ്വസിക്കുകയും ചെയ്യട്ടെ. അവർ നേർവഴി പ്രാപിക്കാൻ വേണ്ടിയാണിത്. നമ്മുടെ സിറ്റുവേഷൻ നമ്മൾ റബ്ബിനോട് പറയുന്നത് പോലെ, റബ്ബിന് മനസ്സിലാവുന്നത് പോലെ മറ്റാർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ സ്റ്റെപ്പിലും റബ്ബിനോട് സഹായം ചോദിച്ചിരുന്നു. നമ്മുടെ സിറ്റുവേഷനുകളിൽ മാറ്റം വരുത്താൻ റബ്ബിനേ കഴിയൂ. ഇവിടെയും ചിന്തിക്കണം, ചില ദുആക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കാറില്ല. ചില ദുആകൾക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കും.
ചില ദുആകൾക്ക് ഏറ്റവും ഹൈറായ മറ്റൊരു സമയത്ത് ഉത്തരം ലഭിക്കും. ചിലപ്പോൾ ആ ദുആക്കുള്ള പ്രതിഫലം നാളെ പരലോകത്തേക്ക് മാറ്റിവെക്കും. ആ യൗമുൽ ഖിയാമയിൽ നമ്മൾ ആഗ്രഹിക്കുമത്രേ എന്റെ ഒറ്റ ദുആക്കും ഉത്തരം നൽകാതിരുന്നെങ്കിൽ എന്ന്. ഒന്നുമല്ലെങ്കിലും ആ ദുആയിലൂടെ നിരന്തരമായി അള്ളാഹുവിനോടുള്ള കണക്ഷൻ ഉണ്ടാക്കുന്നത് തന്നെ എത്ര പ്രതിഫലമായ കാര്യമാണ്. ആ ദുആകളൊക്കെ ഇബാദത്ത് തന്നെയല്ലേ. ആ ദുആകൾക്ക് ധൃതി കൂട്ടുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടല്ല. ആമിർ റസൂലിലൂടെ അള്ളാഹ് നമ്മെ കൊണ്ട് ചോദിപ്പിക്കുന്നുണ്ട്, റബ്ബേ, അബദ്ധം പിഴഞ്ഞതിനോ മറന്നു പോയത് കൊണ്ടോ മനഃപൂർവ്വമല്ലാതെ ഞങ്ങൾ തെറ്റ് ചെയ്യുന്നതിനോ ഞങ്ങളെ ശിക്ഷിക്കല്ലേ റബ്ബേ. ദിവസം എത്ര അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്. നമസ്കാരത്തിൽ പൂർണ്ണമായ ശ്രദ്ധ കൊടുക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുമ്പോഴും ശ്രദ്ധ മാറിപ്പോകുന്നു, മറന്നു പോകുന്നു. സുന്നത്തുകൾ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോഴും മറന്നു പോകുന്നു. മക്കളോട് ദേഷ്യപ്പെടരുതെന്ന് ആഗ്രഹിക്കുമ്പോഴും ക്ഷമ നഷ്ടപ്പെടുന്നു. ഞങ്ങൾ അനുസരണക്കേട് കാണിക്കുന്നത് മൂലം ഞങ്ങളെ മുൻഗാമികൾക്ക് വഹിപ്പിച്ചതുപോലുള്ള ഭാരമേറിയ ശിക്ഷ ഞങ്ങൾക്ക് വഹിപ്പിക്കല്ല റബ്ബേ. ദീനു വേണ്ടി ജീവിക്കാൻ പ്രയാസമേറിയ സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് നൽകല്ല റബ്ബേ. ഞങ്ങളെ താക്കത്തിനപ്പുറമുള്ള പരീക്ഷണങ്ങൾ ഞങ്ങൾക്ക് നൽകല്ല റബ്ബേ. ദീനിലുള്ള കൽപ്പനകളായാലും ജീവിതത്തിലുള്ള കൽപ്പനകളായാലും ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തത് നൽകല്ല റബ്ബേ. തിന്മയാണെന്നറിഞ്ഞിട്ടും ഞങ്ങൾ ചെയ്ത പാപങ്ങൾ പുറത്തു തരണേ റബ്ബേ. ഞങ്ങളെ എല്ലാ തെറ്റുകളും മായ്ച്ചു കളയണേ റബ്ബേ. വീണ്ടും അങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യാതിരിക്കാനുള്ള കാരുണ്യം ഞങ്ങളോട് കാണിക്കണേ റബ്ബേ. നീയാണ് ഞങ്ങളുടെ രക്ഷകൻ. നീയില്ലാതെ ഞങ്ങൾക്കൊന്നും കഴിയില്ല. മറ്റൊരാൾക്ക് പുറത്തു കൊടുക്കണമെങ്കിൽ പോലും നിന്റെ സഹായം വേണം റബ്ബേ. അവിശ്വാസികളുടെ മേൽ ഞങ്ങളെ സഹായിക്കണേ റബ്ബേ. എന്തൊരു ഭംഗിയാണല്ലേ ആമിർ റസൂലിന്റെ പ്രാർത്ഥനകൾക്ക്. ഓരോ ദിവസവും എങ്ങനെയാണ് കഴിച്ചു കൂട്ടുന്നതെന്ന് നമുക്കറിയാം. രാത്രി കിടക്കുന്നതിന് മുമ്പ് എല്ലാം റബ്ബിനോട് ഏറ്റുപറഞ്ഞ് ഈ ഒരു ആമിർ റസൂൽ പതിവാക്കിയ ശേഷം പുലരുമ്പോൾ എത്ര ശുദ്ധമായ ഹൃദയത്തോടെ ആയിരിക്കും ഉണരുന്നത്. പാപക്കറകളില്ലാത്ത ശുദ്ധമായ ഹൃദയത്തോടു കൂടി നമുക്ക് റബ്ബിനെ കണ്ടുമുട്ടണം. ശിർക്ക് ചെയ്ത മനുഷ്യന് പോലും അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കും. അയാൾക്കും പാപമോചനമുണ്ട്. അള്ളാഹുവിനോട് കണ്ണു നിറഞ്ഞ് പാപമോചനം തേടിയാൽ ആ തെറ്റ് അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കും. നമുക്ക് നിരാശയാണ്. നമുക്ക് മുത്തഖിയാവാൻ കഴിയോ? അള്ളാഹു നമ്മുടെ ദോഷങ്ങളെല്ലാം പൊരുത്തപ്പെടുവോ എന്നൊക്കെ ചിന്തിച്ച് നമുക്ക് നിരാശയാണ്. തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല. ആദമിന്റെ പുത്രനാണോ തെറ്റ് ചെയ്യും. പക്ഷേ തെറ്റ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമർ ആ തെറ്റിൽ നിന്നും ഖേദിച്ചു മടങ്ങുന്നവരാണ്. നമ്മൾ എത്ര വലിയ തെറ്റ് ചെയ്താലും അള്ളാഹു പൊരുത്തപ്പെട്ടു തരാൻ റെഡിയാണ്. തെറ്റ് ചെയ്ത ആളുകൾക്ക് പാപമോചനം തേടുന്നതും കാത്ത് അള്ളാഹു കാത്തിരിക്കുകയാണ് അവർക്ക് പുറത്തു കൊടുക്കാൻ. തൗബ വെറുതെ നാവുകൊണ്ട് പറഞ്ഞാ പോരാ, നിബന്ധനകളുണ്ട്. ചെയ്ത തെറ്റിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കണം. ചെയ്തു പോയ തെറ്റിൽ അങ്ങേയറ്റം ഖേദിക്കണം. ഇനി ആ തെറ്റിലേക്ക് മടങ്ങുകയില്ലെന്ന ഉറച്ച തീരുമാനം ഉണ്ടായിരിക്കണം. ഹക്കുമായി ബന്ധപ്പെട്ട തെറ്റുകളാണെങ്കിൽ അവർക്കത് തിരിച്ചേൽപ്പിക്കണം. അതുപോലെ നമുക്കും അള്ളാഹ്ക്കും ഇടയിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവും. അതൊക്കെ പുറത്തു തരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അള്ളാഹു അത് പൊരുത്തപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ നമ്മളും അള്ളാഹിന്റെ അടിമകൾക്ക് പുറത്തു കൊടുക്കണം, വിട്ടുവീഴ്ച ചെയ്യണം. ഈ ദുനിയാവിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്താൽ അള്ളാഹു നമുക്കും വിട്ടുവീഴ്ച ചെയ്യും. നമ്മുടെ തെറ്റുകളും പൊരുത്തപ്പെടും. പ്രവാചക ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പ്രിയപ്പെട്ട പിതൃവ്യൻ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായി വധിച്ച വംശിക്ക് അദ്ദേഹത്തിന്റെ കരൾ ചവച്ചു തുപ്പിയ ഹിന്ദിനോട് പോലും വിട്ടുവീഴ്ച ചെയ്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കുന്നില്ലേ? മക്ക വിജയത്തിന്റെ ദിവസം പ്രവാചകനെ പീഡിപ്പിച്ച, മക്കയിൽ നിന്ന് മദീനയിലേക്ക് നാടുകടത്തിയവർ ഇവരോടൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താ പറഞ്ഞത്? നിങ്ങളെ മുഴുവൻ ഞാൻ കെട്ടഴിച്ചു വിട്ടിരിക്കുന്നു എന്നാണ്. അതുപോലെ നുബുവത്തിന്റെ 10-ാം വർഷം, ദുഃഖവർഷം എന്നറിയപ്പെടുന്ന ആ സമയത്താണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും അബൂ താലിബും മരണപ്പെട്ടത്. അതിനു പിന്നാലെ ഖുറൈശികളുടെ മർദ്ദനം സഹിക്കവയ്യാതായപ്പോൾ തായിഫിലേക്ക് ഹിജ്റ പോയി. അവിടെ വെച്ച് വികൃതികളായ കുട്ടികളെ കൊണ്ട് കല്ലെറിയിച്ചു. രക്തം വാർന്നൊലിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാദരക്ഷകൾ നനഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് അനുവദിക്കുകയാണെങ്കിൽ തായിഫിലെ 2 പർവ്വതങ്ങൾക്കിടയിൽ വെച്ച് ഈ ജനതയെ നശിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വേണ്ട, അവരുടെ വരും തലമുറയെങ്കിലും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവർ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന്.
ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അതാണ് ദീൻ പഠിപ്പിക്കുന്നത്. കേവലം നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് ഇവ കൊണ്ട് മാത്രം സ്വർഗം ലഭിക്കുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? സ്വർഗം നേടണമെങ്കിൽ നമ്മുടെ സ്വഭാവത്തിലും വിശുദ്ധി ഉണ്ടായിരിക്കണം. കാലാകാലവും എന്നോട് തെറ്റ് ചെയ്ത ആളല്ലേ, ദ്രോഹിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അകന്നു നിൽക്കരുത്. വിട്ടുവീഴ്ച ചെയ്യണം. അതല്ല, പ്രതികാരം ചെയ്യുകയാണെങ്കിൽ അള്ളാഹും അതേ നിലപാട് നമ്മോട് സ്വീകരിക്കും. അതല്ല, വിട്ടുകൊടുക്കുന്നവന്, വിട്ടുവീഴ്ച ചെയ്യുന്നവന് അവന്റെ പ്രതിഫലം അള്ളാന്റെ അടുത്താണ്. അത് എത്രയാണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. വിട്ടുകൊടുക്കുന്ന തോതനുസരിച്ചാണ് അതിന്റെ പ്രതിഫലം. അവന്റെ ഇസ്സത്ത് അള്ളാഹു വർദ്ധിപ്പിക്കും. കാരണം അവൻ താഴ്ന്നു കൊടുക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്, അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. അത് മാതാപിതാക്കൾക്കിടയിലും ഇണകൾക്കിടയിലും മക്കൾക്കിടയിലും വിട്ടുവീഴ്ചകൾ ചെയ്യണം. മാപ്പ് കൊടുക്കുക, വിട്ടുവീഴ്ച നൽകി എങ്കിൽ അള്ളാന്റെ കാരുണ്യം അവനിലുണ്ടാകും. അള്ളാന്റെ കാരുണ്യമില്ലെങ്കിൽ നമുക്ക് സ്വർഗം ലഭിക്കുമോ? ഇല്ല. നമ്മുടെ ഇബാദത്തുകൾ കൊണ്ട് മാത്രം സ്വർഗം ലഭിക്കുമെന്ന് നമുക്ക് കരുതുന്നുണ്ടോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം കഅബ പണിത ശേഷം പ്രാർത്ഥിച്ചത് എന്താണെന്നറിയോ? റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബേ, ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ എന്ന്. എത്രത്തോളം വലിയ പുണ്യകർമ്മം ചെയ്തിട്ടാ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങനെ പ്രാർത്ഥിച്ചത്? ഈ ദുനിയാവിൽ ഈ സമയം തന്നെ എത്ര പേർ കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്നുണ്ടാവും? എന്നിട്ടും ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചത് എന്താ? ഇത് സ്വീകരിക്കണേ റബ്ബേ എന്ന്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്ത പോലെ എന്തെങ്കിലും പുണ്യപ്രവൃത്തി നമ്മൾ ചെയ്തിട്ടുണ്ടോ? നമ്മളൊക്കെ അവസ്ഥ എന്താ? എന്ത് പുണ്യകർമ്മങ്ങളാണ് ആ സ്വർഗത്തിൽ എത്താൻ മാത്രം നമ്മൾ ചെയ്തിട്ടുള്ളത്? അള്ളാന്റെ പടപ്പുകളോട് വിട്ടുവീഴ്ച ചെയ്താലേ അള്ളാഹു നമ്മോടും വിട്ടുവീഴ്ച ചെയ്യൂ. അവന്റെ കാരുണ്യമില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ ഒരു ഇബാദത്തും നമ്മൾ ചെയ്യുന്നില്ല. അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ആരോടും ദേഷ്യമില്ലാത്ത, പകയില്ലാത്ത ശുദ്ധമായ ഹൃദയവുമായി നമുക്ക് അള്ളാഹിനെ കണ്ടുമുട്ടണമെങ്കിൽ ഇതൊക്കെ മറന്നേ തീരൂ. ഭൂമിയിലുള്ള അള്ളാഹിന്റെ സൃഷ്ടികൾക്ക് പുറത്തു കൊടുത്താൽ അള്ളാഹു നമുക്കും പൊരുത്തപ്പെട്ടു തരും. ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ അന്ത്യനാളിൽ അള്ളാഹു നമ്മോടും കരുണ കാണിക്കും. അതല്ല, പ്രതികാരം ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അതേ നിലപാട് സ്വീകരിക്കും. നമുക്ക് അള്ളാഹിന്റെ വിട്ടുവീഴ്ചയല്ലേ വേണ്ടത്? എല്ലാം പൊറുത്ത് പാപമുക്തരായി അള്ളാഹുവിനെ കണ്ടുമുട്ടണമെങ്കിൽ ഒരാളോടും ശത്രുതയില്ലാത്ത മനസ്സുമായിട്ടായിരിക്കണം ഈ സദസ്സിൽ നിന്ന് നമ്മളൊക്കെ പിരിഞ്ഞു പോവേണ്ടത്. സൂറത്തുൽ മുൽക്കിൽ പറയുന്നുണ്ട്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ലത് പ്രവർത്തിക്കുന്നത് എന്നറിയാനുള്ള പരീക്ഷണമാണ് ജീവിതവും മരണവും. ദുനിയാവിൽ പല ടൈപ്പ് ആളുകൾ ഉണ്ടാവും. ഭർത്താവ്, മക്കള്, മാതാപിതാക്കൾ, ഇൻലോസ്, അയൽവാസികള്, ഇവരൊക്കെ പല ടൈപ്പ് സ്വഭാവങ്ങളായിരിക്കും. അവരെ അള്ളാഹു സൃഷ്ടിച്ചത് അങ്ങനെയാണ്. ഇതിനിടയിൽ എന്തെങ്കിലും ഒരു പരീക്ഷണം വന്നിരിക്കാം. ഇവിടെ നമ്മൾ ചിന്തിക്കണം, അള്ളാഹു നമ്മെ ദുനിയാവിലേക്ക് അയച്ചത്, നമ്മുടെ ജീവിതവും മരണവും ഉണ്ടാക്കിയത്, നമ്മെ സൃഷ്ടിച്ചത് അതൊക്കെ നല്ല പ്രവൃത്തികൾ ചെയ്യാനാ. ഇവരെങ്ങനെയോ പെരുമാറിക്കോട്ടെ, പക്ഷെ നമുക്ക് നല്ല പ്രവൃത്തികൾ ചെയ്താലേ നമ്മൾ ആ ടെസ്റ്റിൽ പാസ്സാവൂ. അവിടെ പാസ്സായാലേ നമുക്ക് അള്ളാന്റെ കാരുണ്യം ലഭിക്കൂ, നമ്മൾക്ക് സ്വർഗം ലഭിക്കൂ. ഒരുപക്ഷെ ന്യായം നമ്മുടെ ഭാഗത്ത് തന്നെ ആയിരിക്കാം. പക്ഷെ റബ്ബിന് ഇഷ്ടം അഹ്സൻ അമൽ ചെയ്യുന്ന മുഹ്സിനീങ്ങളെയാണ്. നമുക്ക് ആരോടും വേണ്ട ഒരു ദേഷ്യവും പകയും അസൂയയും ഒന്നും വേണ്ട. റബ്ബിനെ ഓർത്ത് നമ്മൾ അവിടെ ക്ഷമിച്ചാ പിന്നെ റബ്ബ് നമ്മുടെ സാഹചര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരും. ഈ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആരോടും ദേഷ്യമില്ലാത്ത, പകയില്ലാത്ത, അസൂയയില്ലാത്ത, അഹങ്കാരമില്ലാത്ത ഹൃദയത്തോടെ ആയിരിക്കണം. അതിനുവേണ്ടി നമുക്ക് ദുആ ചെയ്യാം. നമ്മെ വേദനിപ്പിച്ചവർക്കൊക്കെ മാപ്പ് കൊടുക്കാം. എങ്കിലേ അന്ത്യനാളിൽ അള്ളാഹു നമുക്ക് മാപ്പ് നൽകൂ. അതല്ലേ നമുക്ക് വേണ്ടത്. റബ്ബനാ ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഇല്ലൻ ലില്ലദീന ആമനൂ. യാ റബ്ബേ, ഒരാളോടും എന്റെ ഹൃദയത്തിൽ ദേഷ്യമുണ്ടാവാൻ അനുവദിക്കരുതേ റബ്ബേ. ഇത് മാത്രമല്ല, ഇതുകൊണ്ട് നമുക്ക് ശാരീരികമായും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. രക്തസമ്മർദ്ദം, ഉറക്കമില്ലായ്മ, ദഹന പ്രശ്നങ്ങൾ ഒക്കെ അനുഭവപ്പെടും. നമ്മുടെ സ്ട്രെസ് ഹോർമോൺ വർദ്ധിക്കും. നമ്മൾ ഓർക്കുക, ഇത്തരം മാനസിക പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്തും. നമ്മുടെ ശരീരത്തിൽ വലിയ രാസമാറ്റങ്ങളും സംഭവിക്കും. അള്ളാഹു നമുക്ക് ആരോടും ദേഷ്യമില്ലാത്ത, പകയില്ലാത്ത ഒരു ഹൃദയം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പാപക്കറകളില്ലാത്തൊരു ജീവിതം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആരെയും കുറ്റപ്പെടുത്തേണ്ട, വേദനിപ്പിക്കണ്ട. ഓരോരുത്തർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും.
വിട്ടുകൊടുക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. റഹ്മാനായ നാഥ, ഈ ദുനിയാവിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പരീക്ഷണങ്ങളാണ് ഇട്ട് തരുന്നത്. നീ പറഞ്ഞ വാക്കാണ്, ഓരോരുത്തർക്കും അവനവന്റെ കഴിവിനപ്പുറമുള്ള പരീക്ഷണങ്ങളൊന്നും നൽകില്ല. എന്നാലും പലപ്പോഴും ഞങ്ങൾ തളർന്നു പോകുന്നുണ്ട് റബ്ബേ. താങ്ങാനാവുന്നതിലപ്പുറം പരീക്ഷണങ്ങൾ ഞങ്ങൾക്ക് നൽകല്ലേ റബ്ബേ. നിന്റെ വിധിയിൽ പഴിക്കാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ അസ്ലം തുലി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ട് നീ തരുന്ന ഏതൊരു പരീക്ഷണവും നിന്റെ തൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് വിജയികളാവാനുള്ള പ്രാപ്തി ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. നിന്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഓരോ ഉത്തരവാദിത്തങ്ങളും ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. നിന്റെ സഹായം മാത്രമാണ് ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളത്. ഞങ്ങളെ പരാജയപ്പെടുത്തല്ലേ റബ്ബേ. ജീവിതാവസാനം വരെ ഏതൊരു പ്രയാസത്തിലും ഞങ്ങളെ സഹായിക്കുമെന്ന യഖീനോട് കൂടി ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ റബ്ബേ. റഹ്മാനായ നാഥ, അറിഞ്ഞും അറിയാതെയും ഒരുപാട് ചെറുതും വലുതുമായ ഒരുപാട് തെറ്റുകൾ ഞങ്ങളിൽ വന്നു പോയിട്ടുണ്ട്. ഈ ഇൽമിന്റെ സദസ്സിൽ നിന്റെ കാരുണ്യത്തിന്റെ മലക്കുകൾ ഞങ്ങൾക്ക് ചെറുത് താഴ്ത്തി തരുന്ന, പാപമോചനം തരുന്ന ഈ സദസ്സ് മുൻനിർത്തി ഞാൻ നിന്നോട് യാചിക്കുകയാണ് റബ്ബേ. ഞങ്ങൾ കൈവിടല്ലേ നാഥ. തെറ്റുകൾ പുറത്തു തരണേ റബ്ബേ. ജീവിതാവസാനം വരെ മുത്തഖീങ്ങളായി കൊണ്ട് ജീവിക്കാൻ, അതുവഴി നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ ഭർത്താക്കന്മാരോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം, മക്കളോടൊപ്പം, ഞങ്ങളെ പ്രിയപ്പെട്ടവരോടൊപ്പം, ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അംബിയാ മുർസലുകളെ, സഹാബത്തിനെ കണ്ടുകൊണ്ട് കഴിയാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. അങ്ങനെ ചോദിക്കാനുള്ള ഒരു അർഹതയും ഞങ്ങൾക്കില്ല. പക്ഷേ നിന്റെ നരകം സഹിക്കാനുള്ള കെൽപ്പ് ഞങ്ങൾക്കില്ല നാഥ. അതുകൊണ്ട് ജീവിതാവസാനം വരെ നിന്നെ സൂക്ഷിക്കുന്ന, നിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന മുത്തഖീങ്ങളായിക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. പലപ്പോഴും ശൈത്താന്റെ പ്രലോഭനങ്ങൾ ഞങ്ങൾ വീണു പോകുന്നുണ്ട് റബ്ബേ. നിന്റെ സഹായമുണ്ടെങ്കിൽ ശൈത്താന് ഞങ്ങളെ വീഴ്ത്താൻ കഴിയില്ല റബ്ബേ. ഞങ്ങളെ സഹായിക്കണേ റഹ്മാനെ. ആരെയും വേദനിപ്പിക്കാത്ത, ഒരാളെ കുറിച്ച് മോശമായി ചിന്തിക്കാത്ത നല്ല മനസ്സ് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഞങ്ങളെ പ്രിയപ്പെട്ടവർക്കും ആരെയും വേദനിപ്പിക്കാത്ത നല്ല മനസ്സ് നൽകണേ റബ്ബേ. നിന്റെ സൃഷ്ടികളിൽ ആരെയെങ്കിലും ഞങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു തരണേ റഹ്മാനെ. ഈ റമദാനിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ ഞങ്ങളെ തെറ്റുകളെല്ലാം പുറത്ത് അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം ഒരു മുത്തഖിയായി, മുഹ്സിനായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. ഞങ്ങളോ ഞങ്ങളുടെ മാതാപിതാക്കളോ ഞങ്ങളെ മക്കൾ കാരണമോ ഒരാളും വേദനിക്കരുത് റബ്ബേ. ഞങ്ങളെ ഭർത്താക്കന്മാർ ഞങ്ങളെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് റബ്ബേ. കുടുംബത്തോടൊപ്പം ജീവിക്കാൻ അവർക്ക് എത്രത്തോളം ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാവുന്നത് പോലെ മറ്റാർക്കും അറിയില്ല. അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും ബർക്കത്ത് നൽകണേ റബ്ബേ. ഞങ്ങളെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ റഹ്മാനെ. ഇന്നത്തെ ഈ സമൂഹത്തിൽ ഞങ്ങളെ മക്കൾക്ക് ചുറ്റും ശൈത്താന്റെ പ്രലോഭനങ്ങളാണ് റബ്ബേ. അവർക്ക് ചുറ്റും ഒരു സുരക്ഷാ കവചം തീർത്തു കൊടുക്കണേ റബ്ബേ. നിന്റെ ദീനിനെ സംരക്ഷിക്കുന്ന, ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന സ്വാലിഹായ മക്കളാക്കണേ റബ്ബേ. ഞങ്ങളെ മക്കളെ ഞങ്ങൾക്ക് ജാരിയായ സ്വതക്കയാക്കണേ റബ്ബേ. ഞങ്ങളെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണേ റഹ്മാനെ. ഒരു തരത്തിലും അവരെ വേദനിപ്പിക്കല്ലേ റബ്ബേ. അവർക്ക് ഞങ്ങളെ ജാരിയായ സ്വതക്കയാക്കി മാറ്റണേ റഹ്മാനെ. ഖബറിൽ കിടക്കുന്ന ഞങ്ങളെ മാതാപിതാക്കളെ ദോഷങ്ങളെല്ലാം പുറത്തു കൊടുക്കണേ റബ്ബേ. അവരുടെ ഖബറിടം വിശാലമാക്കണേ റബ്ബേ. ഞങ്ങളെ ഒരുപാട് സ്നേഹിച്ച അവരോട് നീ കരുണ കാണിക്കണേ റബ്ബേ. അവരുടെ കൂടെ ജീവിച്ചു കൊതി തീർന്നിട്ടില്ല റബ്ബേ. ഞങ്ങളെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ഞങ്ങളെ സഹോദരങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഹൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ. അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ എത്രത്തോളം എന്ന് നിനക്കറിയാവുന്നത് പോലെ മറ്റാർക്കും അറിയില്ല. അവരുടെ പ്രയാസങ്ങളെ ദൂരീകരിച്ചു കൊടുക്കണേ റബ്ബേ. ഒരിക്കലും അവരെ തളർത്തല്ലേ റബ്ബേ. അവരുടെ കുടുംബങ്ങളിൽ എല്ലാവിധ ഐശ്വര്യവും നൽകണേ റഹ്മാനെ. അവരടുത്ത് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു കൊടുക്കണേ റബ്ബേ. ഞങ്ങൾക്കിടയിൽ സ്നേഹവും സന്തോഷവും ജീവിതാവസാനം വരെ നിലനിർത്തണേ റബ്ബേ. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് ശമനം നൽകണേ റഹ്മാനെ. ഞങ്ങളെ പ്രിയപ്പെട്ടവരിൽ പലരും പലതരം പ്രയാസം അനുഭവിക്കുന്നവരാണ്. അവരുടെയൊക്കെ പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകാൻ നിനക്ക് മാത്രമേ കഴിയൂ. ഞങ്ങളെ സഹായിക്കണേ റബ്ബേ. ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബത്തിനും ഹിദായത്ത് നൽകണേ റബ്ബേ. നിന്റെ വിചാരണ കോടതിയിൽ ഞങ്ങളെ സ്വന്തത്തെ കൊണ്ടോ പ്രിയപ്പെട്ടവരെ കൊണ്ടോ ഞങ്ങളെ അപമാനിക്കല്ല റബ്ബേ. ഞങ്ങളുടെ കുടുംബങ്ങളെ കൺകുളിർമയുള്ള കുടുംബങ്ങളാക്കണേ റബ്ബേ.
ഞങ്ങൾക്കും അയൽവാസികൾക്കും ഇടയിൽ സ്നേഹവും സൗഹാർദ്ദവും നിലനിർത്തണേ റബ്ബേ. പരിശുദ്ധ കഅബാലയത്തിൽ ഹജ്ജ് ചെയ്യാൻ വല്ലാത്ത ആഗ്രഹമുണ്ട് നാഥ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള ഷരീഫിൽ പോയി സലാം പറയാൻ വല്ലാത്ത ആഗ്രഹമുണ്ട് റബ്ബേ. ഞങ്ങൾക്ക് ഹൈറായ സമയത്ത് അത് സാധിപ്പിച്ചു തരണേ റഹ്മാനെ. ഞങ്ങളെ മക്കളെ നീ സംരക്ഷിക്കണേ റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.